നിൽക്കുന്നത് തൃശ്ശൂർ പുത്തമ്പള്ളിയുടെ ഫ്രണ്ടിലാണ്. പള്ളിയുടെ പുതിയ കാഴ്ചകൾ നമുക്ക് കാണാം. അവർ ലേഡി ഓഫ് ഡോളർ ബസിലിക്ക തൃശ്ശൂർ ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ പള്ളികളിൽ ഒന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളിയും ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ പള്ളിയുമാണിത്. പള്ളിയുടെ ഉള്ളിൽ അതിശയകരമായ ചുവർചിത്രങ്ങളും വിശുദ്ധരുടെ നിരവധി വർണ്ണാഭമായ പ്രതിമകളും ബൈബിളിൽ നിന്നുള്ള നിരവധി ദൃശ്യങ്ങളും ഉണ്ട്. അവ കുറ്റമറ്റ വിശദാംശങ്ങളോടെ ചിത്രീകരിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ ഒരു സഭയുടെ പക്കലുള്ള ഏറ്റവും വലിയ ചുമർ ചിത്രങ്ങളുടെ ശേഖരം ഇവിടെയുണ്ട്. ഇന്ത്യയിലെ കത്തോലിക്ക സഭയുടെ 23 ബസിലിക്കകളിൽ ഒന്നാണിത്. കേരളം, ഡച്ച്, ഫ്രഞ്ച്, പോർച്ചുഗീസ് വാസ്തുവിദ്യയുടെ സവിശേഷമായ മിശ്രിതമാണ് ബസിലിക്ക. അന്നത്തെ കൊച്ചി മഹാരാജാവായിരുന്നു ശക്തൻ തമ്പുരാൻ ആണ് തൃശ്ശൂരിൽ ഒരു ആധുനിക നഗരം എന്ന ആശയം വിഭാവനം ചെയ്തത്. തൃശ്ശൂരിനെ വാണിജ്യ അടിസ്ഥാനത്തിന് നഗരകേന്ദ്രമാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമത്തിൽ അയൽ പ്രദേശങ്ങളായ അരനാട്ടുകര, ഒല്ലൂർ, കോട്ടിക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് 52 സുറിയാനി ക്രിസ്ത്യൻ കുടുംബങ്ങളെ കൊണ്ടുവന്ന് പുനരധിവസിപ്പിച്ചു. യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ സെന്റ് തോമസ് കൊടുങ്ങല്ലൂരിൽ എത്തിയ വർഷമാണ് 52 എന്ന സംഖ്യ. തൃശ്ശൂരിൽ സ്ഥിരതാമസമാക്കിയ ഇവർക്ക് മതപരമായ ആവശ്യങ്ങൾക്ക് മാതൃസഭകളെ ആശ്രയിക്കേണ്ടി വന്നു. ഈ ബുദ്ധിമുട്ട് കണ്ടപ്പോൾ മഹാരാജാവ് ഉടൻ തന്നെ പട്ടണത്തിൽ ഒരു പള്ളി പണിയാൻ അനുമതി നൽകി. 1814 പഴയ കൊടുങ്ങല്ലൂർ അതിരൂപതയുടെ കീഴിലാണ് അവർ ലേഡി ഓഫ് ഡോളർ ദേവാലയം വാഴ്ത്തപ്പെട്ടത്. 1814 മുതൽ 1838 വരെ കൊടുങ്ങല്ലൂർ അതിരൂപതയുടെ കീഴിലായിരുന്നു ഇത് ഉണ്ടായിരുന്നത്. ഒക്ടോബർ 10 ഇന്നത്തെ പള്ളിയുടെ പരിസരത്ത് ഒരു താൽക്കാലിക അൾത്താര അനുഗ്രഹിക്കപ്പെട്ടു. 1929 പുതിയ പള്ളിക്ക് തറക്കല്ലിട്ടു. 11 വർഷമെടുത്താണ് പുതിയ പള്ളി പണിതത്. അങ്ങനെ 1940 നവംബർ 24 ബിഷപ്പ് മാർ ഫ്രാൻസിസ് വാഴപ്പള്ളി കൂദാശ ചെയ്ത ഈ ദേവാലയം ലൂർദ് കത്തീഡ്രൽ പള്ളിയുടെ അധികാര പരിധിയിൽ വന്നു. ചർച്ച് ഓഫ് ലേഡി ഓഫ് ഡോളേഴ്സ് എന്ന് പേരിട്ടിരിക്കുന്ന ഇതിന് പുത്തൻ പള്ളി അല്ലെങ്കിൽ പുതിയ പള്ളി എന്നും അറിയപ്പെട്ടു. 1986 ജോൺ പോൾ മാർപ്പാപ്പ ഈ ദേവാലയം സന്ദർശിച്ചിരുന്നു. ഇത് ഒരു വലിയ ചരിത്ര നേട്ടമായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്.
1922 ടവറിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തു. കർദിനാൾ ദൗസ് മൂസ ബൈബിൾ ടവർ എന്ന നാമകരണം ചെയ്തു. പള്ളിക്ക് പിന്നിൽ ബൈബിൾ ടവർ എന്നറിയപ്പെടുന്ന ഉയരമുള്ള ഒരു പള്ളി ഗോപുരം സ്ഥിതി ചെയ്യുന്നു. ഇത് ഏഷ്യയിലെ മുഴുവൻ ടവറുകളിൽ ഏറ്റവും ഉയരമുള്ളതാണ്. 262 അടി ഉയരത്തിൽ നിൽക്കുന്ന ഈ ഗോപുരം സ്റ്റെയിൻഡ് ഗ്ലാസിൽ പൊതിഞ്ഞതാണ്. അതിൽ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ചില ചിത്രങ്ങൾ ബൈബിളിൽ നിന്നുള്ള വിവിധ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ജനനം മുതൽ ആരംഭിച്ച് ക്രിസ്തുവിൻ്റെ അഭിനിവേശത്തിലേക്കും പുനരുത്ഥാനത്തിലേക്കും നയിക്കുന്ന മുഴുവൻ ജീവിതത്തെയും ഇത് ചിത്രീകരിക്കുന്നു. അവർ ലേഡി ഓഫ് ഡോളേഴ്സിൻ്റെ ബസിലിക്ക ഏഷ്യയിലെ ഏറ്റവും വലിയതും ഉയരം കൂടിയതുമായ പള്ളിയാണെന്ന് വിശ്വസിക്കപ്പെടുന്നത്. തൃശ്ശൂരിലേക്ക് പോകുന്ന എല്ലാവരും തീർച്ചയായും സന്ദർശിക്കേണ്ട ഒന്നാണ് ഈ പള്ളി. കാരണം അത് നിങ്ങളെ മഹത്തായ മതചിന്തകളാൽ നിറയ്ക്കുമെന്ന് മാത്രമല്ല, ഗംഭീരവും വർണ്ണാഭവുമായ ഇൻറ്റീരിയറുകൾ നിങ്ങളുടെ ദിവസത്തെ പ്രകാശനമാക്കുകയും ചെയ്യും. എല്ലാ വർഷവും നവംബർ അവസാനത്തെ ഞായറാഴ്ച പള്ളിയിൽ ഒരു വലിയ വിരുന്ന് സംഘടിപ്പിക്കാറുണ്ട്. അത് വളരെ ശക്തമായ ജനക്കൂട്ടത്തെ ആകർഷിക്കുന്നതുമാണ്.